പറഞ്ഞാൽ തന്നെ മലയാളികൾക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വരില്ല. ആദ്യം മനസ്സിലോടിയെത്തുക തൃശൂർ പൂരത്തിന്റെ കാര്യം തന്നെയായിരിക്കും. അത്രയേറെ മലയാളിയുടെ മനസ്സിനോട് ചേർന്നു നിൽക്കുന്ന ആഘോഷങ്ങൾ വളരെ കുറവാണ്. ക്ഷേത്രോത്സവമാണെങ്കിലും കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ച പോലെ നാനാജാതി മതത്തിൽപ്പെട്ടവരും ഒരു മനസ്സോടെ എത്തുന്ന ഇടമാണ് പൂരനഗരി. ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് പേരാണ് പൂരത്തിന് സാക്ഷ്യം വഹിക്കാനായി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തേക്ക് എത്തിച്ചേരാറുള്ളത്. പേരിൽ തൃശൂർ ഉണ്ടെന്നേ ഉള്ളൂ. മലയാളികളുടെ മുഴുവൻ ആഘോഷമായി നമ്മുടെ സാംസ്കാരിക ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവമായി ഇത് മാറിയിട്ട് നാളുകൾ ഏറെയായി. ഇത്തവണത്തെ പൂരത്തിന് കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. മെയ് 6 നാളെയാണ് തൃശൂർ പൂരം നടക്കുക. നാളെ രാവിലെ 7:30 മുതൽ ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങും. നാളത്തെ പൂരത്തിന് മുന്നോടിയായി തലേനാൾ ആനകളുടെ ഫിറ്റ്നസ് പരിശോധന ഉൾപ്പെടെ നടക്കും. ഒപ്പം ഇന്ന് ഉച്ചയോടെ നെയ്ത്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്ന് എറണാകുളം ശിവകുമാർ പൂര വിളംബരം നടത്തും. ഇതോടെയാണ് തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലേക്ക് നാടും നഗരവും ഒന്നായി ചെന്നിറങ്ങുക. നാളെ രാവിലെ 11:30 ബ്രഹ്മസ്ഥം മഠത്തിനു സമീപം തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം അരങ്ങേറും. ഉച്ചയ്ക്ക് 2:30 വടക്കുന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ ഇലഞ്ഞിത്തറ മേളം. വൈകിട്ട് 5:30 ഏവരും കാത്തിരിക്കുന്ന കുടമാറ്റം നടക്കുക. പുലർച്ചെ 3 വെടിക്കെട്ടും നടക്കും. ശേഷം മറ്റന്നാൾ രാവിലെ പകൽ പൂരത്തിനും വെടിക്കെട്ടിനും ശേഷം ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ പൂരത്തിന് പരിസമാപ്തിയായി.